ഈ വിഷുവിന് ആരും വന്നില്ലല്ലോ കണ്ണ. സാരില്ല, എനിക്ക് കൂട്ടിന് നീയുണ്ടല്ലോ. അവർക്ക് ആർക്കും വരാൻ തോന്നിയില്ലെങ്കിലും എൻ്റെ കണ്ണനുള്ള സദ്യ ഞാൻ മുടക്കില്ല. അത് നല്ല കേമായി തന്നെ ഞാൻ നിൽക്കും. എൻ്റെ കൃഷ്ണ, എന്താ ഈ കുട്ടി കാണിച്ചേ? ചട്ടി പൊട്ടിച്ചില്ലേ നീയ്? എത്ര തവണ പറഞ്ഞതാ സൂക്ഷിച്ച് കളിക്കണമെന്ന്? അയ്യോ മുത്തശ്ശി, അറിയാണ്ട് പറ്റിയതാ. ആഹാ, അങ്ങനെ ഇപ്പൊ പന്തെടുത്തിട്ട് പോണ്ട. നല്ലൊരു വിഷുവായിട്ട് ഈ നട്ടുച്ചയ്ക്കാ നീ കളിക്കണേ. നിന്റെ വീട് എവിടെയാ? നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തേ? മുത്തശ്ശി, നല്ല മണം വരുന്നുണ്ടല്ലോ. മുത്തശ്ശി ഉണ്ടാക്കിയതാ? ശരി ശരി, നീ വല്ലത് കഴിച്ചോ? എന്നാ നീ കഴിച്ചിട്ട് പോയാ മതി. ഒരു പപ്പടം കൂടി തരട്ടെ? അല്ല മുത്തശ്ശി, ആ ചെടിച്ചട്ടി പൊട്ടിയില്ലായിരുന്നെങ്കിൽ മുത്തശ്ശിയുടെ സൂപ്പർ സദ്യ കഴിക്കാൻ പറ്റുമായിരുന്നാ? നിന്റെ ചക്രവർത്താനം നിർത്തിയിട്ടേ ആ ചോറിനാ നോക്ക്. സദ്യ എങ്ങനെയുണ്ട്? ഇഷ്ടായോ? സദ്യ എനിക്ക് ഇഷ്ടായി മുത്തശ്ശി, സൂപ്പർ. ഇങ്ങനെയൊക്കെ പറയാനും കേൾക്കാനും ആരെങ്കിലൊക്കെ ഉണ്ടാവണം. അതിനും വേണേ ഒരു ഭാഗ്യം. മോൻ കഴിക്കേ, മുത്തശ്ശി പോയി പായസം എടുത്തിട്ട് വരാം. നല്ല സേമിയ പായസ. മോനെവിടെ പോയി? മോനെ, നമ്മക്കാണേ ഫസ്റ്റ് ബാറ്റ്. മക്കളെ, എന്താ മുത്തശ്ശി? ആ പന്തെടുക്കാൻ വന്ന ബിരുദനെവിടെ? ഞങ്ങളോ? മുത്തശ്ശി ആരെയാ ചോദിക്കുന്നേ? ഞങ്ങളിപ്പോ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ മുറ്റത്ത് മുത്തശ്ശി, മോനെ, എന്റെ കൃഷ്ണ,